ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കൊല്ലത്ത് എൻ.കെ. പ്രേമചന്ദ്രന്റെ തേരോട്ടം. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായ മുകേഷാണ് മുന്നേറിയത്. എന്നാൽ ആദ്യ മണിക്കൂർ പിന്നിട്ടതോടെ എൻ.കെ. പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയായിരുന്നു. പടിപടിയായി പ്രേമചന്ദ്രന്റെ ലീഡുയർന്നു. വോട്ടെണ്ണൽ 3/4 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ലീഡ് 5000 പിന്നിട്ടു. 1,47,216 നിലവിൽ പ്രേമചന്ദ്രൻ നേടിയിരിക്കുന്ന ഭൂരിപക്ഷം. 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രേമചന്ദ്രൻ ജയിക്കുമെന്ന് മുന്നണി ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 2014-നും 2019-നും ശേഷം 2024-ലും പ്രേമചന്ദ്രൻ വിജയിച്ചതോടെ ഹാട്രിക് വിജയമാണ് ഇദ്ദേഹത്തിന് ലഭ്യമായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എൻ.കെ. പ്രേമചന്ദ്രൻ 1,48,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കശുവണ്ടിക്കും മത്സ്യസമ്പത്തിനും പേരുകേട്ട കൊല്ലം സംസ്ഥാനത്ത് ആർ.എസ്.പിക്ക് സ്വാധീനമുള്ള മേഖലയാണ്. 2008-ലെ മണ്ഡല പുനഃക്രമീകരണത്തിന്റെ ഭാഗമായാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം ഇപ്പോഴുള്ള വിധത്തിൽ രൂപീകൃതമായത്. ചവറ, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ നിയമസഭാ മണ്ഡലങ്ങളാണ് കൊല്ലത്തിനൊപ്പമുള്ളത്. മുൻപ് കുന്നത്തൂർ, കരുനാഗപ്പള്ളി, ചവറ, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ നിയമസഭാ മണ്ഡലങ്ങളായിരുന്നു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടത്. ശക്തമായ ത്രികോണ മത്സരത്തിലാണ് ഇക്കുറി മണ്ഡലം സാക്ഷ്യം വഹിച്ചത്. ഹാട്രിക് മോഹവുമായി കളത്തിലിറങ്ങിയ എൻ.കെ. പ്രേമചന്ദ്രനെ തറപറ്റിക്കാനുറച്ച് കൊല്ലത്തെ സിറ്റിംഗ് എം.എൽ.എ ആയ എം. മുകേഷിനെയും CPM കളത്തിലിറങ്ങി. മറ്റൊരു താരമായ ജി. കൃഷ്ണകുമാറിനെ രംഗത്തിറക്കിയായിരുന്നു BJPയുടെ പോരാട്ടം. രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനും 2 ചലച്ചിത്ര താരങ്ങളും തമ്മിലുള്ള പോര് കൊല്ലത്തെ താരമണ്ഡലമാക്കി മാറ്റി. മണ്ഡലത്തിൽ BJP UDF അടിയൊഴുക്കുകളുണ്ടെന്നും ജയിച്ചു കഴിഞ്ഞാൽ പ്രേമചന്ദ്രൻ BJP പാളയത്തിൽ എത്തുമെന്നും CPM പ്രചരിപ്പിച്ചിരുന്നു. ഇടതു വലത് മുന്നണികൾ ഒരേപോലെ വിജയിച്ചു കയറിയ ചരിത്രമാണ് കൊല്ലത്തിനുള്ളത്. ആർ.എസ്.പിക്ക് വ്യക്തമായ സ്വാധീനമുള്ള സംസ്ഥാനത്തെ ഏക മേഖല കൂടിയാണ് കൊല്ലം. പാർട്ടിയുടെ വികാരമായിരുന്ന കൊല്ലം സീറ്റ് CPM ഏറ്റെടുക്കുകയും ആർ.എസ്.പിയെ തഴയുകയും ചെയ്തതോടെ 2014-ലാണ് ആർ.എസ്.പി ഇടതുമുന്നണി വിട്ട UDFിലെത്തിയത്. എൻ.കെ. പ്രേമചന്ദ്രന്റെ ഹാട്രിക് വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗങ്ങളും നടന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.